എടെ ലൂസി, നീ എന്റെ അസൈൻമെന്റ് ഒന്ന് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കടേ. പോടി, എനിക്ക് പേടിയാ. സ്റ്റാഫ് റൂമിൽ പോകാൻ പേടിയുണ്ടെങ്കിൽ അത് ഇവരുടെ മുന്നിൽ കാണിക്കരുത്. ഇവരുടെ മുന്നിൽ എന്നും ധൈര്യശാലിയായി നീതുമോളായിരിക്കണം. അയ്യേ, നിങ്ങൾക്കൊക്കെ ഇത്ര പേടിയാണ് സ്റ്റാഫ് റൂമിൽ പോവാൻ? എന്നാ നീ കൊണ്ടുവെക്കടി. ഞാൻ കൊണ്ടുവെക്കാം. എടി അമൃത, ഇവക്ക് എന്തൊരു ധൈര്യമല്ലേടി. ഇതൊക്കെ എന്ത്? തൽക്കാലം സ്റ്റാഫ് റൂമിന്റെ അടുത്തൂടെ പോയിട്ട് മിസ് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു വരാം. എന്റെ ഒരു ബുദ്ധി. എടെ അങ്ങോട്ട് നോക്കി, എന്ത് വലിയ റൈഡാ അല്ലേ. എന്റെ അമ്മ, ആ റൈഡിലൊക്കെ കയറുന്നവരെ സമ്മതിക്കണം അല്ലേടേ. ഇവരുടെ മുന്നിൽ ആളാവാൻ പറ്റിയ സമയമാ. എടി, ആ റൈഡിൽ കയറാൻ പാ. എന്റെ പൊന്നു, ഇവക്ക് എന്തൊരു ധൈര്യമാടേ. ആണെന്നേ, എനിക്കത് ഇവിടെ നിന്ന് തന്നെ കാണുമ്പോഴേ തല ചുറ്റുക. പിന്നെ അതിൽ കേറാൻ പോന്നെ. എനിക്ക് സൈഡിൽ ഇരിക്കാൻ പേടിയാടി. ഡിസോസി സാർ എന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കും. നീ ഇപ്പഴ ഇരിക്കുവോടി പ്ലീസ്. നീ ആ സൈഡിൽ ഇരുന്നാ മതി, ഞാൻ നടുക്ക് മാത്രമേ ഇരിക്കൂ. ഇന്ന് സാറ് വന്നിട്ടില്ലെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടെന്ന് തോന്നുന്നു. ഇപ്പൊ ധൈര്യം കാണിക്കാൻ പറ്റിയ സമയമാ. എന്താടി സൈഡിൽ ഇരിക്കുക ഇത്രയും പേടിയാണോ? എന്നാ നീ ഇപ്പുറം വന്നിരിക്കടി. ഞാൻ ഇരിക്കാടി. കണ്ടോ, ഇത്ര ഉള്ളു പ്രശ്നം. എടുത്ത് സാർ വരുന്നുണ്ട്. സാറിന്ന് വന്നിട്ടുണ്ടായിരുന്നോ? ഇപ്രാവശ്യം എന്റെ അടവ് തേഞ്ഞ്.